നമസ്കാരം. ഞാൻ ഡോക്ടർ ദിവ്യ വേണുഗോപാൽ, മെഡിക്കൽ ഓഫീസർ, ബ്ലഡ് സെൻറ്റർ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ഇടുക്കി. ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ ആയി ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ രക്തദാനത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രക്തത്തിന് പകരം വേറെ ഒന്നും തന്നെ ഭൂമിയിൽ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രക്തദാനം ഒരു വളരെ മഹത്വമായ കാര്യമാണ്. ആയതിനാൽ സ്വമേധയായി ഒരു ലാഭം പ്രതീക്ഷിക്കാതെ 3-4 മാസത്തെ ഇടവേളയിൽ സ്ഥിരമായി ബ്ലഡ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യമാണ്. ഇങ്ങനെയായിട്ടാണ് നമ്മൾ വോളണ്ടറി നോൺ റിന്യൂമറേറ്റഡ് റെഗുലർ ബ്ലഡ് ഡോണേഴ്സിൻ്റെ പൂളിലേക്ക് പങ്കുചേരുക. ഈ ഒരു ഡോണർ പൂൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫ്രറ്റേണിറ്റിക്ക് വളരെയധികം അത്യാവശ്യമാണ്. ബിക്കോസ് ഇന്ത്യ ഇപ്പോൾ 100% വോളണ്ടറി ബ്ലഡ് ഡൊണേഷനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഈ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുമ്പോൾ വേറെ ബ്ലഡ് ഡൊണേഷൻ ഉണ്ടാവും എന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതെ, ഇപ്പോൾ ഒരു രോഗിക്ക് നമ്മൾ രക്തം കൊടുക്കുമ്പോൾ അത് ഡയറക്റ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഡൊണേഷനാണ്. നമ്മൾ നമ്മുടെ റിലേറ്റീവിന് വേണ്ടി ബ്ലഡ് കൊടുക്കുമ്പോൾ അത് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഫാമിലി ബ്ലഡ് ഡൊണേഷനാണ്. വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ലാണ്ട് ജസ്റ്റ് ഒരാളുടെ ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളൊരു മോട്ടീവിനോട് മാത്രം നമ്മൾ ഒരാൾ മുന്നോട്ട് വരുന്നതാണ് വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ. രക്തദാനത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യം വരുന്ന ചോദ്യം, ആർക്കൊക്കെ രക്തദാനം ചെയ്യാം, ആർക്കൊക്കെ രക്തദാനം ചെയ്യാതിരിക്കാം? 18 മുതൽ 65 പ്രായമുള്ള, ശരീരഭാരം 50 കിലോന് മുകളിലുള്ള, ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അംശം 12.5 ഗ്രാം പെർ ഡെസിലിറ്ററിന് കൂടുതലുള്ള ഏതൊരു വ്യക്തിക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതാണ്. പുരുഷന്മാർക്ക് 3 മാസത്തെ ഇടവേളയിലും സ്ത്രീകൾക്ക് 4 മാസത്തെ ഇടവേളയിൽ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാവുന്നതാണ്. ആർക്കൊക്കെയും ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പാടില്ല? ബ്ലഡ് ഡൊണേഷന് വരുമ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒരു ഡോണറിന് ഉണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് എടുക്കാൻ സാധ്യമല്ല. അതുപോലെ സ്ഥിരമായിട്ട് എന്തെങ്കിലും അസുഖം ഉള്ള ഒരാളാണെങ്കിലും അതിൽ ഹാർട്ട് ഡിസീസ് അങ്ങനത്തെയൊക്കെയും ശ്വാസകോശ അസുഖങ്ങളുള്ള ആൾക്കാർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. മഞ്ഞപ്പിത്തം 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ വന്ന ആൾക്കാർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ മേജർ സർജറിക്ക് 6 മാസം, മൈനർ സർജറിക്ക് 3 മാസം, ടാറ്റും കാതുകുത്തലൊക്കെ 6 മാസം വരെ നമുക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കില്ല. പിന്നെ വരുന്നൊരു ചോദ്യം, മെഡിസിൻസ് കഴിച്ചാൽ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാവുന്നു? സാധാരണ മെഡിസിൻസ് ലൈക്ക് പെയിൻ കില്ലേഴ്സ്, ഇപ്പോൾ പാരസിറ്റമോൾ നമ്മളൊരു ദിവസം ഹെഡേക്കിന് വേണ്ടിയൊക്കെ എടുത്തു, അങ്ങനെ ആകുമ്പോൾ രക്തദാനമൊക്കെ ചെയ്യാം. പക്ഷേ ഓരോ മെഡിസിൻ്റെ ഒരു ഡെഫറൽ പീരീഡ് എന്നുള്ള സമയമുണ്ട്. എന്നുവെച്ചാൽ ആ കാലാവധിക്ക് ശേഷം മാത്രമാണ് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഉദാഹരണത്തിന് ആൻറ്റിബയോട്ടിക്സ് കഴിച്ച് ലാസ്റ്റ് ഡോസ് കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ സാധിക്കുക. അതുപോലെ പല പല മരുന്നുകൾക്ക് ഒരു വ്യത്യസ്ത ഓരോ ഡെഫറൽ പീരീഡുകളുണ്ട്. ആ കാലാവധി കഴിഞ്ഞാൽ മാത്രമാണ് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ സാധിക്കുക. കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ഡയബറ്റിസ് ആൾക്കാർ ഇൻസുലിനിലാണെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ രക്തസമ്മർദ്ദം വെച്ചാൽ BP ഉള്ള ആൾ മരുന്ന് കഴിക്കുകയാണെങ്കിലും ബ്ലഡ് ഡൊണേഷൻ്റെ അന്ന് BP നോർമലാണെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്കും ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫീമെയിൽ ഡോണേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഗർഭിണികളോ അതുപോലെ ഗർഭനിരോധ മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ, 6 മാസത്തെ ഉള്ളിൽ അബോർഷനായ ആൾക്കാർ, മുലയൂട്ടുന്ന അമ്മമാർക്ക്, പിന്നെ മെൻസസിൻ്റെ ആ ദിവസങ്ങളിലൊന്നും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ബ്ലഡ് ബാങ്കിലോ ക്യാമ്പിലോ പോകുമ്പോൾ അവിടുത്തെ മെഡിക്കൽ ഓഫീസറോ കൗൺസിലറോ വെച്ച് പങ്കുവയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായി ആരോഗ്യവാനായ ഒരാളെ മാത്രമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബ്ലഡ് ഡോണർ ബ്ലഡ് ബാങ്കിലെത്തുമ്പോൾ അവർ ബ്ലഡ് ഡോണർ കൗൺസിലിങ്ങിന് വിധേയരാകും. ഈ ബ്ലഡ് ഡോണർ കൗൺസിലിംഗ് കൂടെ ഒരു 30 to 50 ചോദ്യമുള്ള ഒരു ബ്ലഡ് ഡോണർ ക്വസ്റ്റനർ ഫോം ബ്ലഡ് ഡോണേഴ്സ് ഫില്ല് ചെയ്യും. അതിൽ അവരുടെ
ആരോഗ്യസ്ഥിതി, അവൻ്റെ മരുന്നുകളുടെ വിവരം, അതുപോലെ അവൻ്റെ ജീവിതശൈലിനെ പറ്റിയുള്ള ചോദ്യങ്ങളുണ്ടാവും. ഇത് ഡോണർ വായിച്ച് മനസ്സിലാക്കി പൂരിപ്പിച്ച് അത് കഴിഞ്ഞ് ഡോണറിൻ്റെ മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നതാണ്. അതിൽ ഡോണറിൻ്റെ ഹീമോഗ്ലോബിൻ, വെയ്റ്റ്, BP, പൾസ്, ടെമ്പറേച്ചർ, 2 കൈ മടക്കുകളും നോക്കി പരിശോധിച്ച് എല്ലാ പൂർണ്ണ ആരോഗ്യവാനായ ഒരു ഡോണറിനെ മാത്രമാണ് ബ്ലഡ് ഡൊണേഷന് വിധേയമാക്കുള്ളൂ. ബ്ലഡ് ഡൊണേഷന് വരുന്ന ഒരു ബ്ലഡ് ഡോണർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കുന്നത് ബ്ലഡ് ഡൊണേഷന് മുമ്പ് നിർബന്ധമായ ഒരു കാര്യമാണ്. ധാരാളം വെള്ളം കുടിക്കുന്നതും ഒരു വളരെ നിർബന്ധമായ കാര്യമാണ്. 72 മണിക്കൂറിൻ്റെ ഉള്ളിൽ മദ്യപാനം ചെയ്യാൻ പാടില്ല. 6 മണിക്കൂറെങ്കിലും തലേദിവസം ഉറങ്ങിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ കംഫർട്ടബിൾ വസ്ത്രങ്ങൾ അണിഞ്ഞ് മാത്രമാണ് നമ്മൾ ബ്ലഡ് ഡൊണേഷന് വരേണ്ടത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒരു ദാതാവ് ബ്ലഡ് ഡൊണേഷന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ബ്ലഡ് ഡൊണേഷൻ പ്രോസസ്സിനെ പറ്റി ഒരു ലഘുവിവരണം ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാം. ഒരു ബ്ലഡ് ഡോണറുടെ നിന്ന് 350 മുതൽ 450 മില്ലി വരെയുള്ള ബ്ലഡ് നമുക്ക് എടുക്കാം. ആ ബ്ലഡിനെ കോമ്പണൻസ് അഥവാ ഘടകങ്ങളാക്കി മാറ്റിയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. ഈ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ ഉണ്ടാക്കുന്നത് പാക്ഡ് റെഡ് ബ്ലഡ് സെൽസ്, പ്ലാസ്മ, പിന്നെ പ്ലേറ്റ്ലെറ്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ബ്ലഡ് യൂണിറ്റ് കിട്ടിയാൽ നമുക്ക് 3 ജീവൻ വരെ രക്ഷിക്കാൻ സാധിക്കും. ബിക്കോസ് പേഷ്യൻസിനെ സംബന്ധിച്ച് അതാത് ഘടകങ്ങൾ കിട്ടിയാൽ മാത്രമാണ് അവരുടെ രോഗത്തിനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ബ്ലഡ് കോമ്പണൻറ്റ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അതിൻ്റേതായ ടെമ്പറേച്ചറിൽ അതിൻ്റേതായ ഒരു ഷെൽഫ് ലൈഫ് എന്നുവെച്ചാൽ അതിൻ്റേതായ ഒരു ടൈം പീരീഡ് നമ്മൾ അതിൻ്റേതായ എക്യുപ്മെൻറ്റ്സിൽ സ്റ്റോർ ചെയ്യുക. അതിൻ്റെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ കൂടുതലും അത് നമ്മുടെ ബ്ലഡ് ബാങ്കിൻ്റെ ഒരു റുട്ടീനിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പാക്ഡ് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ 42 ദിവസം സൂക്ഷിക്കുക. അത് 2 to 6 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഉള്ളിലാണ് നമ്മൾ സൂക്ഷിക്കുക. ഈ ബ്ലഡ് സ്റ്റോറേജ് കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ബാങ്ക് അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡിൽ കൂടെ പകർന്ന രോഗങ്ങൾ നമ്മൾ ബ്ലഡിൽ നോക്കി കണ്ടുപിടിക്കും. എന്നുവെച്ചാൽ HIV, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, സിഫിലിസ്, മലേറിയ ഉള്ള രോഗങ്ങളിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമാണ് ബ്ലഡ് പേഷ്യൻറ്റിന് കൊടുക്കാൻ റെഡി ആവണത്. അത് കഴിഞ്ഞ് പേഷ്യൻ്റെ സാമ്പിൾ വരുമ്പോൾ ക്രോസ് മാച്ച് ബ്ലഡാണ് നമ്മൾ ഒരു പേഷ്യൻറ്റ് കൊടുക്കുക. ഈ സ്റ്റെപ്പിൽ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ക്രിട്ടിക്കൽ നെസസിറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോരോ സ്റ്റെപ്പിലും നമ്മൾ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞ പോലെ ഒരാളുടെ പല തെറ്റിദ്ധാരണ ഈ ബ്ലഡ് ഡൊണേഷനെ പറ്റിയുണ്ട്. എന്നുവെച്ചാൽ ഒരാളുടെ നമ്മൾ 350-450 മില്ലി ബ്ലഡ് എടുക്കുമ്പോൾ അവരുടെ അത്ര ബ്ലഡ് മാത്രമേ നമ്മൾ അവരുടെ ബോഡിയിൽ നിന്ന് എടുക്കുള്ളൂ. വെച്ചാൽ 6 ലിറ്ററോളം ബ്ലഡ് അവരുടെ ബോഡിയിലുണ്ട്. അതുകൊണ്ട് ഈ 350 ഈ എടുക്കുന്ന ബ്ലഡ് 2 ദിവസത്തിനകം നമ്മുടെ ബോഡിയിൽ തിരിച്ചെത്തും. ഹീമോഗ്ലോബിൻ ഈ ബ്ലഡ് എടുക്കുമ്പോൾ 1 ഗ്രാം ഹീമോഗ്ലോബിൻ നമ്മുടെ ബോഡിയിൽ നിന്ന് കുറയും. അത് 3 മാസം അല്ലെങ്കിൽ 4 മാസം എടുക്കും പൂർവ്വസ്ഥിതിയിൽ ആവാൻ. അതുകൊണ്ടാണ് ഒരു ബ്ലഡ് ഡൊണേഷനും 2 ബ്ലഡ് ഡൊണേഷൻ്റെ ഇടയിലുള്ള ടൈം പീരീഡ് 3 months to 4 months എന്നുള്ള പറയുന്നത്. പക്ഷേ ആൾക്കാരുടെ ഇടയിൽ ഒരു വളരെ വലിയ തെറ്റിദ്ധാരണയുണ്ട്. വെച്ചാൽ ബ്ലഡ് ഇത്ര അധികം നമ്മുടെ ബോഡിയിൽ പോകുന്നു, അതുകൊണ്ട് നമുക്ക് വളരെയധികം ടയേർഡ്നെസ് വരും, നമ്മളെ ലൈഫ് സ്റ്റൈലിനെ അത് ബാധിക്കും. അങ്ങനത്തെ ഒക്കെ തെറ്റിദ്ധാരണകൾ മാത്രമാണ്. ഇത് നമ്മുടെ നോർമലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇത് മോർ ദാൻ ഡിസഡ്വാൻറ്റേജ്. ഇത് ഡോണേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നതാണ്, വളരെ ഹെൽത്തി ആക്കുകയാണ് അവരെ. അപ്പോൾ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി മുന്നോട്ട് ബ്ലഡ് ഡൊണേഷന് വരുന്നതാണ് എല്ലാവരോടും പറയാനുള്ളത്. ഇനി ബ്ലഡ് ഡൊണേഷൻ കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ദാതാവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവർ ബ്ലഡ് ഡൊണേഷൻ കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റോളം ബ്ലഡ് ഡൊണേഷൻ സൈറ്റിൽ, അതായത് ക്യാമ്പിലേക്ക് ബ്ലഡ് ബാങ്കിൽ നമ്മൾ റിലാക്സ് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കണം. ആ ദിവസം 20 ഗ്ലാസോളം വെള്ളമെങ്കിലും കുടിക്കണം.
പിന്നെ ഭാരപ്പെട്ട ജോലികൾ ഒഴിവാക്കണം. ഉദാഹരണത്തിന് ജിമ്മ് പോണവർ അങ്ങനത്തെ ജോലികൾ ഒഴിവാക്കണം. അതുപോലെ ക്രിക്കറ്റ്, ഫുട്ബോൾ അങ്ങനത്തെ കളികൾ അന്നത്തെ ദിവസം ഒഴിവാക്കണം. പിന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യണ, ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആ ജോലികൾ അന്നത്തെ ദിവസം മാത്രം ഒഴിവാക്കണം. അതുപോലെ ലോങ് ഡ്രൈവ്സ് നമ്മൾ 6 മണിക്കൂർ സമയത്തേക്ക് ഒഴിവാക്കണം. അതിൻ്റെ ഒപ്പം തന്നെ പുകവലിക്കുന്ന ആൾക്കാരാണെങ്കിൽ 2 മണിക്കൂറോളം പുകവലിക്കാൻ പാടില്ല രക്തദാനത്തിന് ശേഷം. ഈ കുറച്ച് കാര്യങ്ങൾ ഒരു ദാതാവ് ശ്രദ്ധിച്ച് വെക്കേണ്ടതാണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുറേ നെഗറ്റീവ് കാര്യങ്ങളാണ് ബ്ലഡ് ഡൊണേഷനെ പറ്റി പറയുന്നത്. പക്ഷെ കുറേ പോസിറ്റീവ് അഡ്വാൻറ്റേജസ് ഉണ്ട് ബ്ലഡ് ഡോണറിന്. അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. വെച്ചാൽ ഒരാളുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ള ഒരു സന്തോഷം, അതിനേക്കാട്ടിലും വലിയൊരു സന്തോഷം ആർക്കും കിട്ടാനില്ല. അപ്പോൾ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പിന്നെ ബ്ലഡ് ഡൊണേഷൻ ബോഡിയിലൊരു ഡിറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സാണ്. അത് നമ്മുടെ പഴയ സെൽസിനെ മാറ്റി പുതിയ രക്താണുക്കൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അതോടെ നമ്മുടെ ബോഡിയിൽ എപ്പോഴും ബ്ലഡ് റിപ്ലനിഷ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ ബ്ലഡിൻ്റെ ഫ്ലൂയിഡിറ്റി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻഡ് ആയിരിക്കും. ബ്ലഡ് വിസ്കോസിറ്റീനെ കുറയ്ക്കാൻ, വെച്ചാൽ കട്ട ബ്ലഡ് ഉണ്ടാവാണ്ടിരിക്കാൻ, നമുക്ക് കൂടുതൽ കട്ടിയിലുള്ള ബ്ലഡ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് സഹായമാവും. ഇതോടെ ചില അസുഖങ്ങളെ നമുക്ക് മാറ്റി നിർത്താം. ലൈക്ക് പോളിസൈത്തീമിയ അങ്ങനത്തെ ഈ 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് 18-19 ഒക്കെ ഹീമോഗ്ലോബിൻ കാണും. ആ സമയത്ത് അവർ ബ്ലഡ് എടുത്ത് കളയണം. അപ്പോൾ ചെറുപ്പം 18 വയസ്സ് മുതൽ ഒരു റെഗുലർ ബ്ലഡ് ഡോണർ ആണെങ്കിൽ ഈ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മൂന്നാമതായിട്ട് അയണിൻ്റെ ലെവൽസിന് നമ്മുടെ ബോഡിയിൽ ഇവർ കൺട്രോൾ ചെയ്ത് നിർത്തും. അയൺ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ്, പക്ഷേ കൂടുതൽ അമൗണ്ട്സിലുള്ള അയൺ നമ്മുടെ ബോഡിക്ക് ഹാനികരമാണ്. അതുകൊണ്ട് ഈ റിസർച്ച് സ്റ്റഡീസ് പറയുന്നത് ഈ കൂടുതൽ അയൺ അക്യുമുലേറ്റ് ആയ പാർക്കിൻസോൺസും അൾസൈമേഴ്സ് അതുപോലെ ക്യാൻസറിന് തന്നെ റിസ്ക് ഉള്ളതാണ്. അപ്പോൾ ബ്ലഡ് ഡൊണേഷൻ കൂടെ ഈ റിസ്കുകളെ റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ ചെയ്ത ബാഡ് കൊളസ്ട്രോൾ ആയ LDL കൊളസ്ട്രോൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതോടെ ഹാർട്ട് അറ്റാക്ക് പോലത്തെയുള്ള ഹാർട്ട് സംബന്ധിച്ച അസുഖത്തിനെ കുറയ്ക്കാൻ നമുക്ക് ഒരു പരിധി വരെ സാധിക്കും. ഇതൊക്കെയാണ് ബ്ലഡ് ഡൊണേഷൻ കൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പോൾ ഇതുവരെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് വളരെ ഒരു ചെറിയ ക്യാപ്സൂൾ ഇൻഫർമേഷൻ അബൌട്ട് ബ്ലഡ് ഡൊണേഷനാണ്. ബ്ലഡ് ഡൊണേഷൻ്റെ പല ഡൊമെയിൻസും ആസ്പെക്ട്സും ഉണ്ട്. അത് ഈ സമയപരിധിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വീഡിയോ കണ്ട് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കുറച്ചുകൂടി നോളജ് അബൌട്ട് ബ്ലഡ് ഡൊണേഷൻ കൂടിയിട്ടുണ്ടാവും. പ്ലസ് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വന്ന് സ്വമേധയായി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ യുവർ പേഷ്യൻറ്റ് ലിസ്ണിംഗ്. നന്ദി, നമസ്കാരം.